2016 ജെയിംസ് ജോസഫ് 40,617 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തളിപ്പറമ്പിലാണ് MV ഗോവിന്ദനെ പോലെ മുൻ MLA ആയിരുന്ന കേരളത്തിലെ തലമുതിർന്ന CPM നേതാവായ MV ഗോവിന്ദൻ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ ആ ഭൂരിപക്ഷത്തെ 22,689 കുറച്ച വമ്പന്മാർക്ക് മുന്നിൽ എതിരിടാൻ തന്നെയാണ് ഇത്തവണയും VP അബ്ദുൾ റഷീദിനെ നിയോഗിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും. അത് ഇത്തവണ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. പൂർണ്ണമായും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ല എന്ന് നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം MV ഗോവിന്ദനെ പോലെ ഒരു നേതാവിനെ, അതും തളിപ്പറമ്പിൽ ഭൂരിപക്ഷം 20,000-ഓളം കുറയ്ക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഇപ്പോൾ വീണ്ടും ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തർക്കമുള്ള മണ്ഡലങ്ങൾ മഹാഭൂരിപക്ഷവും ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് M ലിജു കായംകുളത്താണോ തൃപ്പൂണിത്തറയിലാണോ, കായംകുളവും തൃപ്പൂണിത്തറയും ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. KS ശബരിനാഥ് അരുവിക്കരയിൽ മത്സരിക്കുമോ ആ മണ്ഡലം ഒഴിച്ചു നിർത്തിയിരിക്കുന്നു. അങ്ങനെ തർക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെയും ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഇത്തവണ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇറക്കുന്നത്. ഇന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചത് വലിയ നാണക്കേടാവും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ആവർത്തിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ട് മുമ്പടക്കം പറഞ്ഞതാണ്. എന്നിട്ടും 24 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോഴെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ കോൺഗ്രസ് വല്ലാതെ പിന്നിൽ പോകുന്ന അവസ്ഥ മുന്നിൽ കണ്ടാണ് തർക്കമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുക എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും 55 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രമേ ഇപ്പോഴും പ്രഖ്യാപിക്കാനായിട്ടുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഇനിയും ചർച്ചകൾ വേണ്ടിവരും. MPമാരെ അനുനയിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ കൂടുതൽ സമയമെടുത്ത് അവരെ അനുനയിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക നൽകുന്ന സൂചനകൾ. എന്തായാലും അങ്ങനെ പ്രശ്നമുള്ള എല്ലാ മണ്ഡലങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രശ്നമില്ലാത്ത ഇടങ്ങളിലെ പട്ടിക മാത്രമെന്ന് നമുക്ക് പറയാം. അവിടെ രമ്യ ഹരിദാസിൻ്റെതാണ് ചിറയൻകീഴ്. വലിയ രീതിയിൽ പ്രാദേശികമായി കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന തരത്തിൽ പ്രാദേശിക വികാരം ഉണ്ടായിരുന്നിടത്ത് ആ പ്രതിഷേധം പരിഗണിക്കുന്നില്ല. ചിറയൻകീഴ് രമ്യ ഹരിദാസിനെ ഉറപ്പാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാട്ടേണ്ടുന്ന കാര്യം. കോവളത്തെ സംബന്ധിച്ചും ഒരു വ്യക്തത വരുന്നു. കോവളത്ത് M വിൻസെന്റ് മത്സരിക്കും. നേരത്തെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു M വിൻസെന്റിനെ മാറ്റി നിർത്തുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ M വിൻസെന്റിനെ നിലനിർത്തിയിരിക്കുന്നു. നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഏക സീറ്റാണ്. അപ്പോൾ അവിടെ M വിൻസെന്റിന് മത്സരിക്കാനുള്ള അവസരം ഒരുക്കുന്നു. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, മറ്റ് തിരുവനന്തപുരത്തെ തർക്കങ്ങളുള്ള ഇടങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിന്ന് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഡാൻ നോക്കൂ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വം എന്തായാലും പ്രഖ്യാപിച്ചു. അവിടെ ഇന്ന് അല്പം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. മറിയ ഉമ്മനെ പരിഗണിക്കുകയാണെങ്കിൽ താൻ മാറി നിൽക്കും എന്നത് ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഇനി ആ കാര്യത്തിൽ ഇനി ഒരു ചിന്ത ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാമോ? ഇത് അതിലൊരു ധാരണയാക്കിയതിനു ശേഷമായിരിക്കുമല്ലോ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി ചാണ്ടി ഉമ്മനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ മറിയ ഉമ്മനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ആറന്മുളയും ചെങ്ങന്നൂരും ഒക്കെ പറഞ്ഞ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ്റെ പേര് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ വീണ്ടും ജനവിധി തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഈ പട്ടികയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, 2 പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ മത്സരിക്കുമോ ഇല്ലയോ എന്നതിൽ വലിയ തരത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. നമുക്കറിയാം NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വയനാട് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട ഫ്രാക്ഷൻസ്, അതുണ്ടാക്കിയ തർക്കങ്ങൾ, NM വിജയന്റെ കുടുംബം തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ പാർട്ടിക്ക് അകത്തും പുറത്തും വയനാട് പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നേതൃത്വം കണക്കിലെടുത്തില്ല. IC ബാലകൃഷ്ണന് തന്നെയാണ് അവിടെ ജയസാധ്യത എന്ന കൃത്യമായ ബോധ്യത്തിലായിരിക്കാം IC ബാലകൃഷ്ണന് വീണ്ടും അവിടെ നിന്ന് ജനവിധി തേടാനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ ചിറയൻകീഴുമായി ബന്ധപ്പെട്ട് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ചിറയൻകീഴിന് വേണ്ട എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സണ്ണി ജോസഫിൻ്റെയും രമ്യ ഹരിദാസിൻ്റെയും ഒക്കെ കോലം കത്തിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം. സമാനമായ തരത്തിൽ ഈ കോവളത്ത് M വിൻസെന്റിനെതിരെ പ്രാദേശികമായ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോവളം നിലനിർത്താൻ വിൻസെന്റിലൂടെ കഴിയൂ എന്നൊരു വിലയിരുത്തലാണ് അവിടെ വിൻസെന്റിന് അനുകൂലമായൊരു തീരുമാനമെടുക്കാൻ, ഒരു തുടർച്ചയ്ക്ക് അവസരം നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തെ നിർബന്ധിതരാക്കിയതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം, കിരൺ, കണ്ണൂരും കോന്നിയും ഈ ലിസ്റ്റിലില്ല. അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം എന്താണ്?
എംപിമാർ മത്സരിക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മത്സരിക്കേണ്ട എന്നൊരു നിലപാട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ കെ സുധാകരൻ ഒരു ഭാഗത്ത് നിന്ന് അതിശക്തമായ രീതിയിലേക്ക് തന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വഴങ്ങാൻ പിന്മാറാൻ തയ്യാറില്ല എന്ന നിലപാടാണ്. ഇന്ന് കെ സുധാകരനുമായി സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത വ്യക്തിപരമായ ബന്ധമുള്ളത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല തന്നെ ഹൈക്കമാൻഡ് പ്രത്യേക നിർദ്ദേശപ്രകാരം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ച ശേഷമാണ് കെ സുധാകരനുമായി സംസാരിച്ചത്. ദീർഘനേരം സംസാരിച്ചെങ്കിലും കെ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ വഴങ്ങാൻ തയ്യാറായില്ല. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ തന്നെ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇതല്ലാതെ മറ്റെന്ത് പരിഗണനയാണ് തനിക്ക് നൽകേണ്ടത്? താൻ മത്സരിച്ചാൽ കണ്ണൂരിൽ മാത്രമല്ല, അവിടെ കണ്ണൂർ ജില്ലയിലാകെ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ തന്നെ CPM-ൽ നിന്ന് വിമതസ്വരം ഉയർന്നിട്ടുണ്ട്. അതിനടക്കം കോൺഗ്രസിന് പ്രയോജനമുണ്ടാകും, കോൺഗ്രസിന് ആ ജില്ലയിലാകെ പ്രയോജനമുണ്ടാകുമെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലും പിന്മാറ്റത്തിലില്ല എന്നുള്ള വാദത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊന്ന് UDF കൺവീനർ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനപ്പെട്ട ഹിന്ദു മതത്തിലെ ഒരു സമുദായമായ ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിലുള്ള കുറവാണ്. ആ പ്രാതിനിധ്യം പരിഹരിക്കണമെങ്കിൽ ഈഴവ വോട്ടുകളടക്കം കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട ഈഴവ വിഭാഗത്തിലുള്ള നേതാക്കളെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കണം എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ചിത്രങ്ങളാണ്. സ്ഥാനാർത്ഥികളാണ് KM അഭിജിത്ത് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ, പ്രവീൺ കുമാറും ജയന്തും അടക്കമുള്ള സ്ഥാനാർത്ഥികളാണ്. കോഴിക്കോട് നിന്ന് KM അഭിജിത്തുണ്ട്, അഡ്വക്കേറ്റ് പ്രവീൺ കുമാറുണ്ട്, VT സൂരജുണ്ട്, കെ ജയന്തുണ്ട്. നേരത്തെ തന്നെ കെ ജയന്തിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ്. കെ ജയന്ത് സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നതാണ്. നിലവിൽ അങ്ങനെ തർക്കങ്ങളുള്ള സ്ഥലത്ത് ആര് വന്നു എന്ന് ചോദിച്ചാൽ ചില സംശയങ്ങളെങ്കിലും ഈ അവസാന സമയത്തുണ്ടായ കോവളത്ത് M വിൻസെന്റ് വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നു ഉറപ്പാകുന്നു. IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ സിറ്റിംഗ് MLA-മാരിൽ സംശയങ്ങളുണ്ടായിരുന്ന IC ബാലകൃഷ്ണനാണ്, അത് വീണ്ടും ഉണ്ട് എന്ന് ഉറപ്പാകുന്നു. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സീറ്റ്, ആ സീറ്റ് ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏറ്റവും സംശയം അരുവിക്കര നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്നാണ്. കാരണം VS ശിവകുമാറിൻ്റെയും KS ശബരിനാഥിൻ്റെയും പേര് സജീവമായി ചർച്ചകളിൽ നിലനിൽക്കുന്ന സ്ഥലമാണ് അരുവിക്കര. സിറ്റിംഗ് സീറ്റല്ല, G കാർത്തികേയൻ്റെ സ്വന്തം മണ്ഡലം. അത് കോൺഗ്രസിന് തിരിച്ചു പിടിച്ചേ മതിയാകൂ. അവിടെ എന്ത് സംഭവിക്കാനാണ് സാധ്യത? KS ശബരിനാഥിന്റെ പേരിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ, അല്ലെങ്കിൽ പ്രധാന നേതാക്കളൊക്കെയും KS ശബരിനാഥിന്റെ പേരിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. പക്ഷേ തിരുവനന്തപുരം വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് VS ശിവകുമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. അത് CP ജോണിന് വേണ്ടി തിരുവനന്തപുരം മണ്ഡലം വിട്ടുകൊടുക്കുന്നു. തിരുവനന്തപുരം മണ്ഡലം വിട്ടു നൽകിയാൽ തന്നെ അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുന്നത് അരുവിക്കരയാണ്. അതുകൊണ്ട് അരുവിക്കര വേണം എന്നുള്ളത് അത് ചില സാമുദായിക നേതൃത്വത്തിന്റെ സമ്മർദ്ദമടക്കം VS ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തായാലും ഒരു തീർപ്പിലെത്തിക്കാൻ ഹൈക്കമാൻഡ് കഴിഞ്ഞിട്ടില്ല. അത്തരം മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ M ലിജുവിനെ സംബന്ധിച്ച് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം KC വേണുഗോപാൽ അടക്കമുള്ളവർ നിർദ്ദേശിക്കുമ്പോൾ M ലിജു കായംകുളത്ത് മത്സരിക്കേണ്ടതെന്നുള്ള നിർദ്ദേശവുമായി പ്രതിപക്ഷ നേതാവ് അടക്കം നിൽക്കുന്നു. അക്കാര്യത്തിലും ഒരു വ്യക്തമായ തീരുമാനമില്ല. അത് ചില ഗ്രൂപ്പില്ല എന്നൊക്കെ പറയുമ്പോഴും ചില ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഉണ്ട്. എറണാകുളം ജില്ലയിൽ A ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം വർഷങ്ങളായി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുത്തകയായി A ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്നതാണ് തൃപ്പൂണിത്തുറ. K ബാബു ആയിരുന്നു ദീർഘകാലം ഉണ്ടായിരുന്നത്. അപ്പോൾ K ബാബു മാറുമ്പോൾ അത് I ഗ്രൂപ്പിൽ നിന്നല്ല A ഗ്രൂപ്പിന് തന്നെ ഒരു പ്രാതിനിധ്യം നൽകണം എന്നുള്ള വാദം ഒരു ഭാഗത്ത് ഉയരുന്നു. അങ്ങനെയല്ല, ലിജുവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വേണം എന്നുള്ളത് ഉയരുന്നു. ഈ തർക്കങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയാലും, കായംകുളത്തായാലും തൃപ്പൂണിത്തുറയിലായാലും ഒക്കെ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അരുവിക്കരയിലും ഇത് തന്നെയാണ്. അരുവിക്കരയിൽ KS ശബരിനാഥ് വേണോ, അതോടൊപ്പം തന്നെ VS ശിവകുമാർ വേണോ എന്നുള്ള തർക്കമുണ്ട്. അവിടെയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തർക്കമുള്ള പല സ്ഥലങ്ങളിലെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട്, ആ മണ്ഡലങ്ങളെ ആകെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.